ഹായ് ഹലോ എല്ലാവർക്കും അനൂസ് വെജ് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ യൂറോപ്പ് സീരീസ് ഏകദേശം അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വീഡിയോ കൂടി ഉണ്ടാവുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 ദിവസം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഗ്രിൻഡൽവാൾഡിലെ വിശേഷങ്ങളാണ്. അവിടെ നിന്ന് നമ്മൾ രാത്രി ട്രെയിൻ കയറി പിറ്റേ ദിവസം രാവിലേക്ക് നമ്മൾ ആംസ്റ്റർഡാമിലെത്തുള്ളൂ. അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 12th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്ത് രാവിലെ ഏകദേശം 9:30 കൂടിയാണ് ആംസ്റ്റർഡാമിൽ എത്തിയത്. ഇത് നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടൊരു സിംഗപ്പൂരുകാരനായിരുന്നു. ആളുണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ എത്തിയത് അറിഞ്ഞില്ല. നല്ല ടൈം പാസ്സായിരുന്നു. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഒരു പ്രാവശ്യം ഇന്ത്യയിലേക്ക് വരണം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയത്. എന്തായാലും ആംസ്റ്റർഡാമിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഏകദേശം 5 വർഷം മുന്നേ എൻ്റെ നെതർലൻഡ്സ് വിസ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് ടിക്കറ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇപ്രാവശ്യം ഫ്രാൻസിലേക്ക് ഷെങ്കൻ വിസ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് കാല് കുത്തുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. ഇത് വീഡിയോ എടുത്ത് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തന്നെ മനസ്സിൽ ഞാനൊരു പഞ്ച് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് ആംസ്റ്റർഡാമിൽ കാലുകുത്തിയത്. അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ എത്തി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ആംസ്റ്റർഡാമിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ് എടുക്കുകയാണ്. നമ്മൾ 2 ദിവസത്തേക്കുള്ള ട്രാവൽ പാസ്സാണ് എടുക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ്. ഇതെൻ്റെ ഒരു ഡ്രീം പ്ലേസ് തന്നെയായിരുന്നു. അതിൻ്റെ കാരണം എന്താണ് ഞാൻ ഈ വീഡിയോയിൽ വഴിയെ പറയാം. ഏകദേശം 1 മണിക്കൂറോളം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ട്രാം കയറാൻ പോവാണ്. ആംസ്റ്റർഡാമിൻ്റെ നഗരത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ താമസ സ്ഥലത്തേക്ക് പോവാണ്. നെതർലൻഡ്സിൻ്റെ തലസ്ഥാന നഗരമാണ് ആംസ്റ്റർഡാം. ആംസ്റ്റർഡാം ഒരു ജലനഗരം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അത്രത്തോളം കനാലുകളും തടാകങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. യൂറോപ്പിൽ വന്നതിന് ശേഷം നമ്മൾ Airbnb വഴി റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആംസ്റ്റർഡാമിലെ സ്റ്റേക്കും ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മളിവിടെ ക്യാമ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ആംസ്റ്റർഡാം സെൻട്രലിൽ നിന്ന് ഏകദേശം 1/2 മണിക്കൂർ മാറിയിട്ടാണ് നമ്മുടെ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ക്യാമ്പിലേക്കൊരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം 12 മണിയാകുമ്പോഴേക്കും ക്യാമ്പിലെത്തി. നമുക്ക് താമസിക്കാനുള്ള ടെൻ്റ് എല്ലാം റെഡി ആയിരുന്നു. ക്യാമ്പിന് പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ടെൻറ്റിലെത്തി. അത്യാവശ്യം വലിയ ടെൻ്റായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബാഗും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ കിടന്നുറങ്ങി. കാരണം ഇന്നലെ രാത്രി മൊത്തം ട്രെയിനിലായതുകൊണ്ട് ഉറക്കത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങുകയാണ് ചെയ്തത് ഇവിടെ എത്തിയിട്ട്. ആദ്യം ഇതാണ് ഇവിടെയുള്ള വാഷ്റൂം ഏരിയ. ഭയങ്കര കളർഫുള്ളായിരുന്നു കാണാൻ. എന്തായാലും ഉറങ്ങി എണീച്ച് നമ്മൾ ഫ്രഷായി അവിടെ നിന്ന് ഇറങ്ങി. അവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റ് കയറി അത്യാവശ്യം സ്നാക്സൊക്കെ വാങ്ങി കയ്യിൽ വെച്ച് നമ്മുടെ യാത്ര തുടർന്നു. ആംസ്റ്റർഡാം സെൻട്രലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്ന് തന്നെയാണ് ഈ ഡാം സ്ക്വയർ. സെൻട്രലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഡാം സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നഗരങ്ങളിൽ ഒന്ന് തന്നെയാണ് ആംസ്റ്റർഡാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹിസ്റ്റോറിക് ബിൽഡിങ്സ് ഉണ്ട്. റോയൽ പാലസ്, നാഷണൽ മോണുമെൻറ്റ്, മ്യൂസിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. സമയം പോകുന്നത് അറിയില്ല. വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ 2 പീസ് കേക്കൊക്കെ വാങ്ങി ഡാം സ്ക്വയറിൽ വെച്ചിട്ട് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തു ചെറിയ രീതിയിൽ. അന്ന് ഡിന്നറിന് നമ്മൾ പോയതൊരു കൊറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്.
ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആരതി ഈ കൊറിയൻ ഡിഷിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഈ കൊറിയൻ ഡിഷസൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്നൊരു സംഭവമാണ് ഈ കിംചി. അതുകൊണ്ട് തന്നെ കിംചി, അതുപോലെ തന്നെ സ്പൈസി ഫ്രൈഡ് ടോഫു, പിന്നെ റൈസ്, ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് JK ഓർഡർ ചെയ്ത ഐറ്റം. ഈ സംഭവം യൂസ് ചെയ്യാൻ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഫോക്കും സ്പൂണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും നമ്മുടെ കിംചി വന്നു, പിന്നല്ല ബാക്കിയുള്ളതും എത്തി. സംഭവം അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി. നമുക്ക് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അവിടെയുള്ള സ്ട്രീറ്റ്സിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് നേരം നടന്നു. അവിടെയുള്ള പല ഷോപ്സിലും കയറി ഇറങ്ങി ജസ്റ്റ് എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അധികം പർച്ചേസൊന്നും നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല, പിന്നീടും ചെയ്യലുണ്ടായിട്ടില്ല. കാനബിസും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഇവിടെ സുലഭമാണ്. ആംസ്റ്റർഡാമിൽ പല രൂപത്തിലും ഭാവത്തിലും നമുക്കതിവിടെ കാണാൻ സാധിക്കും. നൈറ്റ് ലൈഫിന് ഒരുപാട് പ്രധാനമുള്ളൊരു സിറ്റി കൂടിയാണ് ആംസ്റ്റർഡാം. അതുകൊണ്ട് തന്നെ രാത്രി ആയപ്പോഴേക്കും ആംസ്റ്റർഡാമിൻ്റെ രൂപവും ഭാവമൊക്കെ മാറി തുടങ്ങി. അങ്ങനെ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയത്. പിന്നീട് കാര്യമായിട്ട് വീഡിയോസ് എടുക്കലൊന്നും ഉണ്ടായില്ല. അങ്ങനെ ആംസ്റ്റർഡാമിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമായി. നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നാളെയാണ് ഇവിടുന്ന് പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇന്നും സ്റ്റേ ഇവിടെ തന്നെയാണ്. അധികം കുന്നും മലകളൊന്നും ഇല്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ആംസ്റ്റർഡാം. അതുകൊണ്ട് തന്നെ ആംസ്റ്റർഡാം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് സൈക്കിളിൽ കറങ്ങുകയാണ്. പക്ഷെ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ സമയപരിമിതി മൂലമാണ് നമുക്ക് ഇങ്ങനെ കറങ്ങേണ്ടി വന്നത്. ഇപ്പം നമ്മൾ ഇറങ്ങിയ ട്രാമിലെ ഡ്രൈവർ ഒരു മഹാരാഷ്ട്രക്കാരനായിരുന്നു കേട്ടോ. അയാൾ നമ്മളെ കണ്ടിട്ട് ഇന്ത്യയിൽ നിന്നാണ് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചു. ഒരുപാട് സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി. ആൾക്കും സന്തോഷമായി, നമുക്കും സന്തോഷമായി. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് സാൻസ ഷാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡച്ച് വില്ലേജിലേക്കാണ്. മെട്രോയിൽ കയറി നമ്മളൊരു ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. ബസ്സിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും വേറെ രണ്ടുപേരും, ആകെ 4 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ബസ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ സാൻസ ഷാൻസിലെത്തി നമ്മൾ അവിടുന്ന് ഉള്ളിലേക്ക് നടക്കുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റിലേക്കാണ്. അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി ആംസ്റ്റർഡാമിലേക്ക് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത്. ഇത് സത്യത്തിൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. ഇതൊരു ഡച്ച് വില്ലേജ് ആണ്. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വിൻമിൽസ് തന്നെയാണ്. നമുക്കിവിടെ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് വിൻമിൽസ് ആണ്. അതുകൂടാതെ ഹാൻഡ് ക്രാഫ്റ്റ് ഷോപ്സ് ഉണ്ട്, മ്യൂസിയം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ആംസ്റ്റർഡാമിലെ വലിയ ജലാശയങ്ങളൊക്കെ ഈ വിൻമിൽസ് ഉപയോഗിച്ചിട്ടാണ് അത്രേ ഇവിടുത്തെ ജലം കടലിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ വിൻമില്ലിൽ നിന്ന് വരുന്ന ഊർജ്ജത്തിനെ നെതർലൻഡ്സ് വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ഇതുപോലെ കാശ് കൊടുത്ത് അവർ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് തരുന്ന സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്നൊരു പ്രത്യേക ഫീലായിരുന്നു. ആ വിൻമിൽസ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ നല്ല നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന ആനയ്ക്കൊരു പ്രൗഢി എന്നൊക്കെ പറയുന്ന പോലെ ഈ വിൻമിൽസിനൊരു പ്രത്യേക പ്രൗഢി ഉണ്ടായിരുന്നു. അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നടക്കുകയാണ്. എന്തായാലും ഈ 2 ദിവസം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത് കാരണം നമ്മുടെ യാത്ര ഒന്നുകൂടി രസകരമായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ചീസ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ചീസ് മാത്രമല്ല, ഷോപ്പിങ്ങിന് ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്നതല്ല ഒരുപാട് വർഷം പഴക്കമുള്ള ചീസാണ്. പല പല ഫ്ലേവേഴ്സിലുള്ള ചീസ് ഉണ്ട്. നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവുള്ള ചീസ്, ജീരകമുള്ള ചീസ്, അതുപോലെ തന്നെ സ്പൈസസ് ആഡ് ചെയ്തിട്ടുള്ള ചീസ്, അതുപോലെ തന്നെ മാംഗോ ഫ്ലേവറിലെ ചീസ്, അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സുള്ള ചീസ് ഉണ്ടായിരുന്നു. ഇതുവരെ ഒന്നും ഷോപ്പ് ചെയ്തില്ലെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ചീസ് വാങ്ങാതിരിക്കാൻ പറ്റിയില്ല. അത്രത്തോളം ടെംപ്റ്റിംഗ് ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ഈ കാണുന്നതൊക്കെ ഒരുപാട് പഴക്കമുള്ള ചീസാട്ടോ. ചീസിന് പഴക്കം കൂടുന്തോറും വിലയും കൂടുന്നുണ്ടായിരുന്നു. ഇവിടെ കാണിക്കുന്നത് ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സും അല്ലായിരുന്നു.
ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ ദൈനംദിന ജീവിതം നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഇത്. ഈ കാണുന്നതൊക്കെ അവർ താമസിക്കുന്ന വീടുകളാണ്. ഇനി നമ്മൾ ഇവിടുന്ന് വിൻമിൽ അടുത്ത് കാണാൻ പോവാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് വലിപ്പമുണ്ടെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് യഥാർത്ഥ ആ വലിപ്പം മനസ്സിലാവുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് മടങ്ങി നമ്മൾ നേരെ ആംസ്റ്റർഡാം സെൻറ്ററിലെത്തി. ഇതിനിടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ ലഞ്ച് കഴിക്കലൊക്കെ കഴിഞ്ഞു. നമ്മുടെ മുന്നിൽ അധികം സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലം നമ്മുടെ ഈ യൂറോപ്പ് ട്രിപ്പിലെ എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാത്തിരുന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം. ആ സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള അയന ചേച്ചി ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്നുള്ളൊരു ബുക്ക് എനിക്ക് സമ്മാനം തന്നു. ആ ബുക്ക് ശരിക്കും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട് അത് വായിച്ചു കഴിഞ്ഞിട്ട്. ആ ബുക്കിലൂടെയാണ് ആംസ്റ്റർഡാം എന്ന് പറഞ്ഞൊരു നഗരത്തെക്കുറിച്ചും ആൻ ഫ്രാങ്കിനെക്കുറിച്ചും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം എന്തെങ്കിലും നെതർലൻഡ്സിൽ വരികയാണെങ്കിൽ ആംസ്റ്റർഡാം അന്ന് താമസിച്ച വീട് ഇപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സന്ദർശിക്കണം എന്നുള്ളത് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. ഇവിടെ വന്നാൽ കിട്ടാൻ ഒരു സാധ്യതയില്ല. വന്നിട്ട് ഒരുപാട് പേര് മടങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവിടെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം നല്ല രീതിയിലുണ്ട്. ശരിക്കും വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ആൻ ഫ്രാങ്കിനെ കുറിച്ച് അറിയുന്ന ആ പുസ്തകം വായിച്ചിട്ടുള്ള ആരെങ്കിലും ആംസ്റ്റർഡാമിൽ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിനുള്ളിൽ അവരുടെ ഓഡിയോ ഗൈഡ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. തിരിച്ചു വന്നതിന് ശേഷം ഒരിക്കലും മറക്കാതിരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ഫേസ്ബുക്കിൽ എഴുതിയതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു ഇരുട്ടും അതിലെന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഞാൻ ഈ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള അയന ചേച്ചിയെ ഇതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. വീണ്ടും ആ സൗഹൃദം പുതുക്കാൻ പറ്റി. എന്തായാലും ലൈഫിലെ വലിയൊരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷത്തോടു കൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് നമ്മൾ പോയത് ആംസ്റ്റർഡാമിലേക്ക് വരുന്ന എല്ലാവരും ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റി ആയിട്ടുള്ള കനാൽ ക്രൂയിസിലേക്കാണ്. നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട്. അവർ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ആംസ്റ്റർഡാം നഗരത്തിൻ്റെ മറ്റൊരു മുഖമാണ് നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഡാം സ്ക്വയറിനടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അടുത്ത പരിപാടി ഇവിടുത്തെ ഈ ഫ്രൈസ് ഭയങ്കര ഫേമസ് ആണ്. അത് വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് വാങ്ങിയത്. അത്രത്തോളം ഫേമസ് ആണ് അത്. എന്തായാലും അതൊക്കെ കഴിച്ച് നമ്മൾ ഡാം സ്ക്വയറിലെ കാഴ്ചകൾ കണ്ടിരിക്കുകയായിരുന്നു. ഇന്നൊരു രാത്രി കൂടിയേ നമ്മൾ യൂറോപ്പിലുള്ളൂ. നാളെ രാത്രി നമ്മൾ യൂറോപ്പിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിക്സഡ് ഇമോഷൻസ് ആയിട്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സന്തോഷം, എന്നാൽ നമ്മുടെ ട്രിപ്പ് കഴിയുന്നതിന് സങ്കടം.
എന്തായാലും കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിലേക്ക് മടങ്ങുകയാണ്. നാളെ രാത്രി ഈ സമയത്ത് നമ്മൾ ഫ്ലൈറ്റിലായിരിക്കും. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. യൂറോപ്പ് സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.